അച്ഛമ്മേ, ആ പണ്ട് നടുവത്ത് ഉണ്ടാക്കുന്ന കോഴിക്കറീനെ പറ്റി പറയോ? കോഴിക്കറീനെ പറ്റി അതാണ് പണ്ട് അച്ഛമ്മ തറവാട്ടിൽ വലിയ കൂടാണ്. എനിക്ക് കോഴീനെ വളർത്തുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ വലിയ പെടയാകുമ്പോൾ വലിയ പെടയല്ലേ, അപ്പം അത് മുടയിട്ടാൽ ഇത്ര വലിപ്പം ഉണ്ടാവും. അതിൽ 10 മുടയെ വെക്കുള്ളൂ, അതിൽ കിടക്കാനേ പറ്റുള്ളൂ, വലിയ മുടയല്ലേ. അപ്പോൾ 10 മുട പൊരിച്ചിട്ട് വെക്കും. ആ 10 മുടയും വിരി. അത് കറുത്തതുണ്ടാവും, ചുവന്നതുണ്ടാവും, വെളുത്തതുണ്ടാവും. മക്കള് പല തരം മക്കളുമാണ്. മുട്ട വിരിഞ്ഞ പല കറുത്തതുണ്ടാവും, വെളുത്തതുണ്ടാവും, ചുവപ്പുണ്ടാവും. മക്കള് അവളെ വലിയ മക്കളാണ്. അങ്ങനെ 2 ആഴ്ച കഴിയുമ്പോഴേക്ക് പൂവനും പെടയും തിരിഞ്ഞു. പെട ഒരു വിധം, പൂവനൊരു വിധം. എന്താ പൂവനും പെടയും? പൂവനും പെടയും പറഞ്ഞ ആൾക്കറിയില്ലേ? ആണും പെണ്ണും ഇല്ല. കോഴിക്കളയിൽ ഉണ്ടാകണം പെണ്ണും അല്ലേ? ഇല്ല. പൊരിച്ചതും കറി വെച്ചതും മാത്രല്ലേ ഉള്ളൂ? പൊരിച്ചതും കറി വെച്ചതും മാത്രല്ലേ ഉള്ളൂ? ആണും പെണ്ണും ഉണ്ടോ? കോഴിക്കള് പൊരിച്ചതും കറി വെച്ചതും മാത്രല്ലേ ഉള്ളൂ? അല്ല, പൂവനും പെടയെന്ന് പറഞ്ഞാൽ എന്താ? അതെ, ഇത്രയും വലുപ്പമായ പൂവനാണെങ്കിൽ ഇത്ര വലുപ്പം ഉണ്ടാവും അതിന് പൂവ്. അപ്പൊ അത് പൂവനായിട്ട് തിരിഞ്ഞു. മറ്റേത് പെടയായിട്ടും പെടയ്ക്ക് പൂവ് ഉണ്ടാവില്ലല്ലോ, ചെറിയതല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് പൂവനും പെടയെന്ന് പറഞ്ഞത്. വിൽക്കില്ലേ? ഞാൻ വിൽക്കൊന്നുമില്ല. നല്ലോണം ഉണ്ടാവും, ഇഷ്ടം പോലെ. അത് വലിയ കുറുക്കളാണ്. ഞാൻ ഈ കുറുക്കന്മാരും ഉണ്ടായിക്കാളും ഒക്കെ. അതാണ് പിന്നെ ഇട്ട് പോവില്ല. അവിടെ മട്ടം തിരിയല്ലോ. പിന്നെ പാടത്താണ്ട് ഇറങ്ങും. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് പാടത്തേക്ക് ഇറങ്ങും പോലെയാണ്. അങ്ങോട്ടൊക്കെ പോയിക്കാളും. അതെ, നെല്ലുണ്ടാവും തിന്നാനേ. എത്ര കോഴി ഉണ്ടായിരുന്നു? അത് എണ്ണം അച്ചമ്മയ്ക്ക് അറിയില്ല, മറന്നുപോയി. 2 വിധം ഉണ്ടാവും. 2 വിധം വയ്ക്കുക ചെയ്യാൻ. ഇപ്പോഴത്തെ മാതിരി അങ്ങനെ അച്ചച്ച മുട്ടയൊന്നും തിന്നില്ല, കോഴിമുട്ടയൊന്നും തിന്നില്ല, വയറിന് പറ്റില്ല, മുട്ടയൊന്നും തിന്നില്ല. അപ്പം എന്നോട് പറയും ഇയാൾ പൊരിച്ചിൽ വെച്ച. പിന്നെ മക്കൾക്കല്ലേ വേണ്ടു. അവർക്കട്ട് ആവശ്യമില്ല കേട്ടോ. ഇവർക്ക് ചെറിയ മക്കളെ കാണാനാണ് ആശ. ഇവരൊക്കെ ചെറിയ കുട്ടികളല്ലേ. അങ്ങനെ അപ്പോൾ ആരെങ്കിലും പിന്നെ കോഴി വിൽക്കാനുണ്ടോ വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും കോഴിക്കളൊക്കെ ഉണ്ട്, അങ്ങനെ കൊടുക്കണത് ഇഷ്ടമല്ല, ഇവർക്ക് ഇഷ്ടമല്ല അത് വിൽക്കണത്, അവിടെ നോട്ടേന്ന് പറയും. പിന്നെ കുറേ കഴിഞ്ഞ ശേഷം, പിന്നെ അച്ഛൻ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം വള്ളിക്കുന്ന് വരും ഇവിടെ അച്ഛൻ. ഇവിടെ അച്ഛൻ വന്നാൽ, അതായത് പിന്നെ മരുമോളുടെ പുറത്തുനിന്നൊന്നും മേടിക്കാൻ പോവില്ല. ആ ഇറച്ചിയൊക്കെ ഉണ്ടാവില്ല നമ്മളെ കടയിലൊക്കെ, മേടിക്കില്ല, അതൊന്നും ഇഷ്ടമല്ല. അന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമോ? ഇറച്ചി കിട്ടും. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ തന്നെ ഉണ്ടാവും വലിയ കൂട്, അതിലുണ്ടാവും. നമുക്ക് വേണം. പിന്നെ ഇങ്ങനെ ഇറച്ചിയായിട്ടുള്ളത് ഉണ്ടാവും, അത് മേടിക്കല്ല, ഇഷ്ടമല്ല. എനിക്ക് അന്നുമില്ല മോളെ. അത് ഈ ഇറച്ചിനോടൊന്നും നോക്കി വരുമ്പം പല്യ. അതിപ്പോഴും ഇപ്പൊക്കെ അത് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. അങ്ങനത്തെ അനുഭവം, എൻ്റെ അനുഭവം. അങ്ങനെ അന്നും ഒരു കോഴീനെ വന്ന് ചോദിച്ചാൽ കൊടുത്താൽ വലിയ കോളൊന്നും കിട്ടില്ല. 50 ഉറുപ്പ്യ, 25 ഉറുപ്പ്യ ഒരു കോഴിക്ക്. അത്രയൊക്കെ കിട്ടുള്ളൂ അന്നൊക്കെ. അതെങ്കിലും അന്ന് അതും വലിയതാന്ന് ഒട്ടിക്കോ. അപ്പോൾ അച്ഛൻ പറയും എന്നാൽ കുറച്ചൊക്കെ പൊയ്ക്കോട്ടെ, കുറച്ചാണ്ട് വലിയ നോക്കി കുറച്ചേക്ക് കൊടുക്കുക, കുറച്ചേക്ക് എന്ന് പറയും. എന്നാൽ അങ്ങനെ കൊടുക്കും. പൊരുത്തിൽ വെച്ച് കുട്ടികൾ വലുതായി കാണണൊക്കെ അതാ ഇഷ്ടം. ഭയങ്കരമാണ് കോഴിക്കൾ, കുറേ മക്കൾ ഇങ്ങനെ പീ 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 പറഞ്ഞ്. കുറച്ച് വലിപ്പം കണ്ട ഞാൻ ഈ പൊടിയരി ഉണ്ടാവും, പൊടിയരി, ആ പൊടിയരി ഇട്ട് കൊടുക്കും. നെല്ല് കുത്തിയാൽ ഓൽക്കുള്ളത് വേറെ ഒരു പാത്രത്തിൽ എടുത്തേക്കും പൊടിയരി. അത് ഇട്ട് കൊടുത്താൽ എന്താ പീ 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 നടന്ന് ഒരുപോലെ നടന്ന് തിന്നും. എനിക്ക് അത് കാണാൻ സന്തോഷമാണ്. കോഴിക്ക് പേരുണ്ടോ? പേരുണ്ടോ കോഴിക്ക്?
പേരൊന്നുമില്ല. ആ പെടയും പൂവനെന്ന് മാത്രമേ ഉള്ളൂ. പൂവനൊരു വിധം പെടയൊരു വിധം. അതോ പെട വലിയ കോഴിക്കളാവും. അത് കറുത്തതുണ്ടാവും, ചുമപ്പുണ്ടാവും, വെളുത്തതുണ്ടാവും, 2-3 വിധം ഉണ്ടാവും. പണ്ട് കോഴിക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നും ചെയ്തു തരാൻ ആളില്ല. അപ്പം മരുവള അച്ഛൻ അവിടെ വരും. മരുവള അച്ഛൻ അവിടെ വന്നാൽ അപ്പം മക്കളെ അച്ഛൻ പറയും കൂട്ടിലുണ്ട്. ആരാ മക്കളച്ഛൻ? എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാ പറയാ. മക്കളച്ഛൻ എന്നല്ല നമ്മൾ പറയാ. അപ്പൊ മക്കളച്ഛൻ എന്നല്ല പറയാ ഞങ്ങള്, ഹസ്ബൻഡ് എന്നാ പറയാ. ഹസ്ബൻഡ് അതൊന്നും പറയാൻ അറിയില്ല. അതൊക്കെ ഇപ്പോഴല്ലേ, പണ്ടേത്തതാണ് ഞാൻ. അപ്പോൾ മക്കളച്ഛൻ മരുവളച്ഛൻ വന്നാൽ ഇടയ്ക്ക് വലിയ സന്തോഷമാണ്. അവിടെ വരുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ പറയും ആ കൂട്ടിലുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും ഇങ്ങോട്ട് പിടിച്ചോളി എന്നറിയും. ഇഷ്ടമുള്ളത് ഏതാച്ചാൽ പിടിച്ചോളി, ഞാൻ അടച്ചിടുന്നതല്ലേ. അപ്പം മൂപ്പർ അതിലേക്ക് വെച്ച് നല്ലത് നോക്കി ഒന്നുകൊണ്ട് പിടിച്ചു. അപ്പോൾ പിടിച്ച് പറഞ്ഞ നേരം കൊണ്ട് അതൊക്കെ ശരിയാക്കി. ഇങ്ങനെ പിടിക്കുകയുള്ളൂ. അതിനൊരു പാകമുണ്ട്, അത് അറിയണം. അത് 2 ചിറക് ഇങ്ങനെ വെക്കും. എങ്ങനെ? 2 ചിറകില്ലേ, ആ ചിറക് ഇങ്ങനെ നിന്ന് ആക്കുമ്പം ചോട്ടിൽ കൂടി കൈയിട്ടിട്ട് അവിടെ ഇങ്ങനെ പിടിക്കും. അങ്ങനെയാണ്. അച്ഛനൊന്നും ചെയ്യില്ല. അവിടെ എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാ പറയൂ? മൂപ്പര് തന്നെ അതൊക്കെ ശരിയാക്കി തരും. കോഴീനെ എങ്ങനെ പിടിക്കാന്ന് പറയും? കോഴീനെ എങ്ങനെ പിടിക്കാന്ന് പറയും? കൂട്ടുന്നൊക്കെ ഇഷ്ടമുള്ളത് നോക്കിയാണ്ടൊന്ന് പിടിക്കും, അതിനൊന്നും കൂടി പിടിക്കും. അത് മൂപ്പര് തന്നെ ശരിയാക്കി തോലൊക്കെ പൊളിച്ചൊഴിവാക്കും. അതൊക്കെ പൊളിച്ചൊഴിവാക്കി കഴുകി വൃത്തിയാക്കി മൂപ്പര് തന്നെ, ആരും വേണ്ട, മൂപ്പര് തന്നെ ഒക്കെ മുറിച്ച് ശരിയാക്കി മുറിച്ച് അടച്ചു. വിരുന്നുകാർ വന്നാലും ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങില്ലേ? പുറത്തുനിന്നൊന്നും വാങ്ങില്ല, മീനൊക്കെയാണ് വാങ്ങുള്ളൂ, ഇറച്ചിയൊന്നും വാങ്ങില്ല. അത് ഇറച്ചി വാങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നതിൻ്റെ ശേഷം പിടിച്ച് എന്തെങ്കിലും ശരിയാക്കി തൂക്കി നമുക്ക് തരുള്ളൂ, വൃത്തിയാക്കിയതിൻ്റെ ശേഷം. മറ്റേതുണ്ടാവും തൂക്കിയിടും. അപ്പോൾ അത് ഒക്കെ കണ്ടുകൂടാ. അത് മാമേൻ്റെ പീടിയേൻ്റെ മുന്നിലാണ് അതിൻ്റെ കച്ചവടം. ചിന്നൻ്റെ നമുക്ക് ചായപ്പീടി ഉണ്ടല്ലോ, സ്ഥലം ഓലിൻ്റെതാണ്, മേടിച്ചതാണ്. അങ്ങനെയാണെന്ന് പറയും ഞാൻ. ഇന്നത്തെ കഥ അന്നത്തെ കഥയും. എന്നാൽ എത്ര ആയാലും മോളെ അന്നത്തെ കഥ തന്നെ അന്നത്തെ കഥ. ഇന്നത്തെ തന്നെയാണ് നല്ലത്, ഇന്നത്തതല്ല. അന്ന് കൂട്ടാൻ എങ്ങനെ വെക്കുക പറയൂ? കൂട്ടാൻ തന്നെ ഒളച്ച വന്നിട്ട് നന്നാക്കി ഒക്കെ വൃത്തിയാക്കിയായിട്ട് ഒരു വെച്ച് തരും. അപ്പം ഞാൻ അപ്പോഴേക്ക് ഞാൻ അത് ശരിയാക്കും. അത് ശരിയാക്കുമ്പോഴേക്കും ഇത് ശരിയാക്കും. എന്ത്? മല്ലി, മുളക്, മഞ്ഞളും കൂടി വറക്കും. വറുത്തിട്ട് ഉരലിട്ട് ഇടിക്കും. ഇടിച്ചിട്ട് അമ്മീമിലിട്ട് അരയ്ക്കും. ഇരുന്നിങ്ങനെ ആ അമ്മിയാണിത്, അറിയാം. അത്ര കാലം പഴക്കമുള്ളതാണ്. അത് അമ്മായിയമ്മേൻ്റെ അമ്മിയാണത്. എൻ്റെ അമ്മായിയമ്മേൻ്റെ അമ്മിയാണ്. അത് മായപ്പേന്ന് കൊണ്ടുവന്നതാ. മായപ്പയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറയാം, മായപ്പ എന്നാണ് പറയാ, പുളുക്കില്. അവിടുന്ന് കൊണ്ടുവന്ന അമ്മിയാണത്, അറിയാം. ഞാൻ വിചാരിച്ചു പുതിയ അമ്മിയാണ്. ഞാൻ വിചാരിച്ചു പുതിയ അമ്മിയാണ്. അല്ലല്ല, എത്ര കാലം പഴക്കമുള്ളതാ. കുട്ടിയൊക്കെ പോയി, ഒക്കെ പൊട്ടിയിട്ടെന്താ പറഞ്ഞിട്ടൊക്കെ പോയി. പിന്നെ കുട്ടി വേറെ വാങ്ങിയതാ ഇത്. ഇങ്ങനെ ഇറ്റുങ്ങൾ വരും ഇവിടെ. ഓരോ കരുതല് കണ്ടാ അത് അപ്പം കൊത്തി ശരിയാക്കി അങ്ങനെ കിട്ടിയതാ. അത് ഇവിടെ നേരിട്ട് മേടിച്ചതാ. ആ ചേട്ടല ഒരലേതാന്നറിയോ? അമ്മായ മരോരലായിരുന്നു. ഇത്രകാലം പോകുന്നൊരു മരോരലായിരുന്നു. ഇടിച്ച് അത് മൂട് വീഴാനായിരിക്കണം. അത്രയ്ക്ക് ആഴായിരുന്നു. അപ്പം അത് ഇടിച്ച് പോയി. അമ്മായിയമ്മേൻ്റെ അന്നത്തെ മാതിരിയല്ല, അന്ന് പെണ്ണടിയന്തരം കഴിക്കും. അടിയന്തരം കഴിക്കും 16-ാം ദിവസം കേമാക്കി കഴിച്ചിരിക്കുന്നു. അച്ഛൻ്റെ അച്ഛണ്ടല്ലോ, ഇപ്പോഴല്ലേ മരിച്ചത്, മകരം 1-ാം തീയതി മരിച്ചത്. അത് മിറ്റം നിറച്ച് എന്നോട് പറയണം, മിറ്റം നിറച്ച് കട്ട
നെല്ല് കൊയ്തിട്ട് കറ്റ എന്ന് പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇത്ര ഉണ്ടാവും ഓരോരോ കറ്റ കെട്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് അവരാരത് വേറെ വേറെ അങ്ങനെ ഇടും. അങ്ങനെ ആ സമയത്താണ് അതിന് വയ്യാണ്ടാവാൻ കുറേ അയക്കണോ. വയ്യാണ്ടായിട്ട് കുറേ പൈസയൊക്കെ ചിലവാക്കിനോ. അല്ല അമ്മാതിരി സൂക്കട് മാറുമോ? അതല്ല, കോഴിക്കറീനെ പറ്റിയല്ലേ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു എവിടെ എത്തി? ഇതാണ് അച്ഛമ്മയുടെ കഥ. കോഴിക്കറി തന്നെ, കോഴിക്കറി പറഞ്ഞുതരാം. എന്നിട്ട് എവിടേക്കോ പറഞ്ഞു എവിടെയോ എത്തിപ്പോയി. ഇവിടെ തന്നെ ഒക്കെ കഴുകി മുറിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് വെച്ച് തരും ഇവിടെ അച്ഛൻ. അങ്ങനെ അപ്പോഴേക്ക് ഞാൻ ഈ മല്ലി മുളക് പിന്നെ മഞ്ഞൾ കൂടി വറുത്ത് ഇടിക്കും. ഇടിച്ചിട്ട് ഇവിടെ അമ്മിതാ ഈ അമ്മി ആ അമ്മയിൽ ഇട്ട് കണ്ട നല്ലോണം വെണ്ണ ഈ മാതിരി അരയ്ക്കും. നേരത്തെ മാതിരിയല്ലല്ലോ. മിക്സി ഉണ്ടായിരുന്നില്ല. അയ്യോ അന്ന് മെച്ചി അല്ലാതെ ഒന്നുമില്ല. മെച്ചി ഒരലാണ് അമ്മി. അങ്ങനെ അരച്ച് വൃത്തിയാക്കി ഒക്കെ കുഴമ്പലാക്കി ഞാൻ വയ്ക്കും. വെച്ചിട്ട് വെള്ളമില്ലാണ്ട് നല്ല കുഴമ്പാക്കി എങ്ങാണ്ട് തക്കാളി ഇടലില്ല. ഒന്നും തക്കാളി ഇല്ലല്ലോ. ആ തക്കാളിയൊക്കെ ഇപ്പോൾ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. കപ്പടല്ലേ തക്കാളിയൊക്കെ. അന്ന് മല്ലി മുളക് മഞ്ഞൾ നാളികേരപ്പാൽ അറിയുന്നില്ല. അന്നേരത്തെ എങ്ങനെയാണ് അന്നേരത്തെ വെപ്പ്. കളിന്നുള്ള തക്കാളി ഇല്ലാണ്ട് വെച്ചു. ഇപ്പം പണ്ടത്തെ മാതിരി വെച്ചാൽ അതിൻ്റെ രസം വാർത്ത. നേരത്തെ രസമില്ല. നേരത്തെ രസമല്ല അന്ന്. അന്നേരത്തെ രസം ഒന്നുമില്ല സാധനത്തിന്. ഇന്നത്തെ അച്ഛമ്മ കഴിക്കില്ലല്ലോ. അല്ല പിന്നെ എങ്ങനെയാ അറിയാം? ഇവിടെ വന്നതിന് രക്ഷ വേണ്ടാച്ചത്. ഇവിടെ വന്നതിന് രക്ഷ വിചാരിച്ചൂടെ കഥ. എന്താ കഥ? അന്ന് അച്ഛനുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ടി വിയും കണ്ടിങ്ങനെ ഇരിക്കും. അച്ഛൻ കസേലയിലുണ്ടാവും, ഞാനും മറ്റേ അപ്പുറത്ത് ഞാനും ഉണ്ടാവും. അങ്ങനെ എന്നോട് പറയച്ചാൽ ഈ കച്ചവടക്കാരല്ലേ ഓർക്കെന്താ ഇതിങ്ങനെ മുഴുവൻ തോട് പൊളിച്ചിട്ട് പിന്നെ മടിയുമിലിങ്ങനെ ബെഞ്ചിൻ്റെ മാതിരിയുള്ള മുറിയിൽ ഈ മടിയുമിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം. ഉള്ളിൽ നിന്നതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് വെറും കോഴീൻ്റെ മാതിരി തന്നെ അങ്ങനെ. അപ്പോൾ എത്രയോ ദിവസം ഇതല്ലേ എന്തൊക്കെ എന്താണ് പുഴു. അന്ന് നിർത്തിയതാ ഞാൻ. അതെ അതങ്ങൊരു അതിൻ്റെ മേലെ വെച്ചതല്ലേ. എന്നിട്ട് 2-3 ദിവസം ആകുമ്പോഴേക്കും ഇത് ചീഞ്ഞില്ലേ. ചീഞ്ഞിട്ട് അതിൻ്റെ മേലേന്ന് അപ്പം ഞാൻ പറഞ്ഞു അച്ഛനോട് ഇതുണ്ടല്ലേ ഇതാണ് സംഭവം അല്ലേ. പിന്നെ പാഞ്ഞ് പോയിങ്ങാണ്ട് നമ്മൾ വായി കൊണ്ടുവരുന്നുണ്ടല്ലോ ഇല്ലേ, ഇതാണ് സംഭവം. വാങ്ങില്ല അതവിടെ അങ്ങനെ വെച്ചതൊന്നും വാങ്ങില്ല. അന്നത്തെ കോഴിക്ക് അസുഖം വരില്ല. തിന്നാലേ എങ്ങനെ ആയാലും അസുഖം വരില്ല. എന്നാൽ അങ്ങനെയല്ല, അന്നത്തേന് അസുഖം വരും. കോഴികൾക്ക് വല്ല കൊടുക്കുന്നതൊക്കെ തീറ്റയൊക്കെ മോശമാണ് അറിയോ. ആ നേരത്തതൊന്നും ആകാം. പിന്നെ അന്ന് അതിന് കാര്യമല്ല മോളെ. അന്ന് അതിന് കോഴി മേടിക്കാൻ കിട്ടില്ലല്ലോ ഇന്നത്തെ മാതിരി. കരച്ചിലാ പറഞ്ഞു നിർത്തിയത് നിച്ചല്ല. നേരത്തെ മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കുട്ടി കരഞ്ഞിട്ട് ഞങ്ങള് അകത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഇവിടുന്ന് ബാക്കി പറഞ്ഞു. അതായത് ഇന്നത്തെ കോഴിക്കറിക്ക് അന്നത്തേന്റെ ഗുണമില്ലാന്ന്. ഇന്നത്തെ കോഴിക്കറീന്റെ സാധനല്ല അന്നത്തെ കോഴിക്കറി. അത് തന്നെ മല്ലി മുളക് മഞ്ഞള് എല്ലാം കൂടി വറുത്തിട്ട് ഇടിക്കുക. ഇടിച്ചിട്ട് അമ്മയിലിട്ട് ഇങ്ങനെ അരയ്ക്കുക. മിക്സിയിലിട്ടൂടെ? അത് മിക്സി എവിടെയാണാവോ? ഒന്ന് മെച്ചിയിലിട്ടതേ വല്ലാണ്ടൊന്നും അറിയില്ല. മെച്ചിയിലിട്ടാല് അന്നേത്തെ മാതിരിയല്ല. ഇന്ന് മെച്ചിയിലിട്ടാലൊരു ഗുണമില്ല കൂട്ടാൻ. അന്നേത്തെ കൂട്ടാൻ്റെ രസം ഉണ്ടോ ഒന്ന്? അന്നേത്തെ ഉള്ളി സാമ്പാറിന്റെ രസം ഉണ്ടോ? അന്നേത്തെ ഉള്ളി സാമ്പാർ ഇല്ല. അന്നേത്തത് ഒരു പുളിയും മുളകും കൂടി എന്തെങ്കിലും ഒരു കഷ്ണം ഇട്ടിട്ട് ഒരു പുളിയും മുളകും കൂടി ഇട്ടിട്ട് വെക്കുകയാണ്. അതിലൊന്ന് വറുത്തിട്ട് അതിൻ്റെ ഒരു രസം എന്താ? അതില്ല, വറുത്താനില്ല. ആകാം.
ഒന്ന് മിക്സിയിലിട്ട് ഇതിട്ട സാധനം ഇത് മാഗി തിന്നോളൂ ന്യൂഡിൽസ് കോഴിയല്ല മണ്ണിര. അങ്ങോട്ട് കഴിച്ചോളൂ. അവിടെ തണുക്കട്ടെ, കുറച്ചും തണുക്കട്ടെ. ഇതെന്താ ഞങ്ങള് പണ്ടത്തെ കഥ പറയും. കഴിക്ക് വാതിലടക്ക് ഏസി. എന്നിട്ടേ അരച്ചിട്ട് നെയ്യ് മാതിരി ഉണ്ടാവും. അരച്ചിട്ട് 2 പ്രാവശ്യം അരക്കുള്ളൂ. അങ്ങനെ അത് ഇങ്ങോട്ട് നീക്കിയിട്ട് പിന്നെ 1 പ്രാവശ്യം കൂടി 2 പ്രാവശ്യം അരക്കുമ്പോഴേക്കും വെണ്ണയും പോലെ 2 പ്രാവശ്യം അരക്കുള്ളൂ. ആ അമ്മയാണിതാ, അറിയാ. അരച്ച് അത് നല്ലോണം തക്കാളി ഇല്ല, തക്കാളി ഒന്നുമില്ല, ഉപ്പ് പാകത്തിന് ഉപ്പിട്ട് ഒക്കെ കുഴച്ച് പാകമാക്കി വെള്ളമൊക്കെ കൂട്ടിയിട്ട് പറയാണ്ട് വെക്കും. എന്നിട്ട് ഉള്ളി, കടുക്, കറിവേപ്പിൻ്റെ ഇല ഒക്കെ കൂടി വറുത്തിട്ട് അതിൻ്റെ രസം തന്നെയാണ്, അറിയാ. എന്നിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും, മക്കൾക്കും എല്ലാവരും കൂട്ടും, നല്ലോണം മക്കളൊക്കെ കൂട്ടും. പിന്നെ അച്ഛനെ കുറച്ച് അട വയ്ക്കും. പിന്നെ വൈകുന്നേരത്തെ ചോറിലേക്കൊക്കെ കൊടുക്കാൻ അടയ്ക്കും, അങ്ങനെ കൊടുക്കും. ഇതാരോ പഠിപ്പിച്ചെന്ന്? എൻ്റെ അമ്മ. എൻ്റെ അമ്മ അച്ഛനെ നോക്കി ഇതൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാ, ആ മക്കളെല്ലാം അമ്മ നോക്കിക്കുന്ന അച്ഛനെ. അതെയോ? ആ അപ്പൊ മക്കളെ നോക്കണ്ടേ? 60-70 വയസ്സായപ്പോഴേക്കും അച്ഛൻ പോയില്ലേ. അറിയോ, അച്ഛൻ അതിനായിട്ടൊരു പാത്രം, ഒരു താലുണ്ട് ഓടിന്റെ. അതിൽ അച്ഛന് കഞ്ഞി ആയാലും ചോറായാലും എന്നാ അതിൽ ചോറ് അതിൽ കൊടുത്താല് പകുതി അതിലുണ്ടാവും, പകുതി അച്ഛൻ കഴിക്കുള്ളൂ, പകുതി അതിലുണ്ടാവും അമ്മയ്ക്ക്. അമ്മ അത് മാത്രമേ അമ്മ കഴിക്കുള്ളൂ, ഞങ്ങൾക്കൊക്കെ വേറെ ഉണ്ടാവും. വേനൽക്കാലം എന്ത് അറിയാ, മുറ്റം നല്ലോണം വലിപ്പമുള്ളതല്ലേ, മുറ്റത്ത് ഒരു ഡാർപ്പായോണ്ട് കെട്ടിയ മാതിരി മഞ്ഞ് വീഴാണ്ടൊക്കെ കെട്ടും. മഞ്ഞ് ഉണ്ടാവുമല്ലോ അന്നൊക്കെ. വെളുക്ക് വൈകുന്നേരം കണ്ടാൽ തുടങ്ങും മഞ്ഞ്, ആകെ ഒരു രാത്രി നിറ മഞ്ഞ്. ആൾക്കറിയില്ലേ നിങ്ങളൊക്കെ? പിന്നെ എന്താ പഠിക്കണം? അയ്യേ. എന്നിട്ട് മുറ്റത്തുനിന്നാ ചോറുണ്ണ, മിറ്റൊക്കെ തളിച്ച് നല്ല വൃത്തിയാക്കില്ലേ. എന്നാ എല്ലാരും ആങ്ങളമാരൊക്കെ ഉണ്ടാവും, എല്ലാരും കൂടി കുഴിയിട്ട് വട്ട അളഞ്ഞ് കുത്തിരുന്നിട്ട് ഇല മുറിക്കും. ഇല മുറിച്ചിട്ട് ഇലയിലാണ് ചോറൊക്കെ വിളമ്പി, കൂട്ടാനൊക്കെ വിളമ്പി, മീനൊക്കെ വിളമ്പി. അത് രാവളിച്ചുണ്ടാവും, രാവളിച്ചം നല്ല സുഖ, നല്ല കാറ്റും. വേറെ പൊടിയൊന്നും വഴിയില്ലല്ലോ, മുറ്റൊക്കെ തളിച്ച് നല്ല വൃത്തിയാക്കിയിരുന്ന എല്ലാരും വട്ടം അളഞ്ഞ കുത്തിരിക്കാതെ അച്ഛൻ ഉണ്ടാവും, മക്കളൊക്കെ ഉണ്ടാവും, എല്ലാരും ആങ്ങളാരൊക്കെ ഉണ്ടാവും, അമ്മ, ഞാന് എല്ലാരും ഉണ്ടാവും. എന്നിട്ട് വട്ടം അളഞ്ഞത് കഴിക്കുമ്പോൾ എന്തൊരു രസമാണെന്ന് അറിയാൻ. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കും. ഇപ്പൊ ഇങ്ങനെയാണ് സ്ഥിതി. TV കാണില്ല? അന്ന് TV എവിടെയാണാവോ? TV ഇതൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചല്ലേ ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ TV ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല അല്ലേ? TV ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല. കോഴിക്കറിന്റെ കൂടെ ചോറ് തന്നെ വൈകുന്നേരമൊക്കെ അല്ലേ. പത്തിരി ഉണ്ടാവില്ലേ, അത് പറയൂ. അത് പത്തിരി വൈകുന്നേരമല്ലല്ലോ, വിരുന്നാര് വന്നാല് പത്തിരി പത്തിരി ഉണ്ടാക്കും. അന്ന് ഭയങ്കരാണ് പത്തിരി, ഭയങ്കര ഇറച്ചിയും പത്തിരി എന്നല്ല പറയാ, അത് ഭയങ്കര. പത്തിരി പൊടി ഉണ്ടാവും, പത്തിരിപ്പൊടി ഉണ്ടാവും, വറുത്തക്കുണ്ടല്ലേ. പാക്കറ്റ് വാങ്ങില്ല? ഇപ്പൊ വാങ്ങണ പോലെ പാക്കറ്റ് വാങ്ങില്ല? ആ വാങ്ങുക പൊടി, ഇടിച്ച് വറുക്ക. അത് ഇന്ന് തരിപ്പല്ലേ, മുറത്തിലിട്ടിട്ടേ ഇങ്ങനെ തെള്ളുക ചെയ്യാ. ഇങ്ങനെ തെള്ളിയിട്ട് നല്ല എന്ത് പൊടിയാവുന്ന പറയാ. അത് വറുത്ത് നല്ല ചുടുവെള്ളത്തിൽ കുഴയ്ക്കുക. ചുടുവെള്ളത്തിലിട്ട് കുഴച്ചാൽ നല്ല പഞ്ഞി മാതിരി ഉണ്ടാവും. അത് ഒന്ന് ഉള്ള ഒറ്റ വെക്കുക, പൊന്തി കാണിക്കൂ. ഇന്നെങ്ങനെയാണ്? ഇന്നിങ്ങനെ പത്തിരി പരത്തായിട്ട് ഉരുള വെച്ചിട്ട് കൈകൊണ്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് പരത്തും.
ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ഇന്ന് ഇത് ഉച്ചു എങ്ങനെ അങ്ങനെയാണ്. അന്നതല്ല, അന്ന് ഉരുളൊറ്റ വെക്കുക, കൈകൊണ്ട് ഇങ്ങനെ പരത്തി 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 കിടക്കും. കുട്ടു ഉറങ്ങാം അവിടെ. അന്നേത്തെ സാറാണ് മോളെ. ഇന്നേത്തത് ഉറങ്ങി. അതാ വരുന്നൊരു സംഘം. നൂഡിൽസ് 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 ചൂടോ? ചൂടല്ല, നൂഡിൽസ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയും. തരൂ. അതോ എനിക്ക് തന്നോളൂ. എന്റെ കാൽമലല്ല. ഇന്നങ്ങനെയാണോ? ഓ, ഇന്ന് എന്തൊക്കെ മേടിക്കാണ്ടല്ലേ? മേടിക്കുന്നില്ല. അവിടെ ഇടിച്ച് വറുത്തുണ്ടാക്കണതാ. ഇന്ന് എന്താ വാങ്ങാന്നറിയോ? അൽഫാം. അൽഫാം. അയച്ചോ? ഐസല്ല, അൽഫാം. അല്പം മന്തി. പന്നിയോ? പന്നിയല്ല, മന്തി. മന്തി മന്തി മന്തി. ആര്? മന്തി. മന്നി. മന്തി. അയ്യോ, നല്ലത് പറഞ്ഞോണ്ട. അത് വയ്യ പറയാ. ഷവായ. ചവാള. സവാളയല്ല, ഷവായ. തവള. തവള. തവളല്ല, ഷവായ. ഷവായ. ചവായ. അതോ? അതൊക്കെ ഇപ്പൊ ചവായ. അത് ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ വാങ്ങലില്ലേ? വലിയ കഷ്ണം ചിക്കൻ. ചിക്കൻ വലിയൊരു കഷ്ണം വാങ്ങലില്ലേ? പറയാത് ഷവായ. തവള. തവളല്ല, ഷവായ. അതൊന്നും പണ്ടില്ലേ? പണ്ട് അതൊന്നും ഇല്ലേ? പണ്ട് ഇറച്ചി വാങ്ങി കൊണ്ടുവരലില്ല. അതാകാന്നറി ചേട്ടൻ ഒന്ന് വയ്ക്കുന്നതാകാന്നറിയും. അപ്പൊ വളർത്തുണ്ടാക്കിയ കോഴീനെ കൊല്ലുമ്പോ സങ്കടാവില്ലേ? അത് ഇമ്പളല്ലല്ലോ കൊല്ലണത്, മറ്റുള്ളവരല്ലേ. എന്നാലും അച്ഛമ്മ വളർത്തിയതല്ലേ? അതൊന്നുമില്ല. എമ്പളപ്പോ പിന്നെ എത്രയാകുമ്പോൾ വളർത്തിണ്ടാക്കണു. വിൽക്കുമ്പോ പൈസ ഒന്നും കിട്ടില്ല. അങ്ങനെ ഇത്ര പോകുന്ന ഒരു പൂവൻ കോഴിക്കൊക്കെ ഉറുപ്പ്യ 50 ഉറുപ്പ്യ. അറിയോ? 50 ഉറുപ്പ്യ 25 ഉറുപ്പ്യ. എങ്ങനെയാണ് അതാ കിട്ടുക. അപ്പൊ പിന്നെ നമ്മള് പിടിച്ചുകൊണ്ട് ആരുടെങ്കിലും കയ്യിലേക്ക് കൊടുക്കും. ഓരാണ് ശരിയാക്കി തരാം. അച്ഛൻ ഒന്നും ചെയ്യൊന്നുമില്ല. മോളച്ഛന ചെയ്യാ. അയാള് വരുന്ന എന്നെ ഉഷാക്കാണ്. ഉള്ളി അന്ന് ബൊമ്മ ഉള്ളി എന്നാണ് പറയുന്നത്. എന്ത്? അതന്ന് വലിയ ഉള്ളില്ല. ഉള്ളില്ല അന്ന്. ഇപ്പൊ കുറച്ചായിട്ടുള്ള ഉള്ളിയൊക്കെ ഉണ്ട് വന്നടങ്ങിയിട്ട്. ചീനുള്ളി വലിയ ഉള്ളി ഉണ്ടാവും. എന്ത് ബോംബ ഉള്ളി? ബോംബായി ഉള്ളി എന്ന് പറയുന്നത് തന്നെയാണ്. ഈ ഉള്ളിക്കാണ് ബോംബായി ഉള്ളി എന്ന് അറിയാം. ബോംബെന്ന് വരുന്നതാണോ? അവിടുന്ന് വരുന്നതാണത്. അത് ശരി. ഇത് അന്നിട്ട് വലിയ ഉള്ളി ഉണ്ടാവും. ആ ഉള്ളി തോട് വെച്ചിട്ട് കഴുകി അതാണ്. അപ്പൊ ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ലാതെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുക? അത് ടേസ്റ്റ്. അയ്യോ, എന്തപ്പോ തക്കാളി ഇല്ലാഞ്ഞ ഇത്ര അരിഞ്ഞു കൂട്ടി ഉണ്ടാക്കുക. തക്കാളി, ഇഞ്ചി ഉണ്ടാവും. ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഇടും. വെളുത്തുള്ളി ഇടില്ലേ? വെളുത്തുള്ളി ഇടില്ലേ? എന്ത് വെളുത്തുള്ളി ഇടില്ലേ? വെളുത്തുള്ളി ഉണ്ട് അന്നൊക്കെ. തുള്ളി ഉണ്ടാവും. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്ന് ഒന്നുകൂടെ പറഞ്ഞേ. വെളുക്കത്തിക്കട പോലെ അത് അങ്ങനെയൊക്കെ കൂടി തോട് പൊളിച്ച് എല്ലാം കൂടി ഒരുക്കി കൂട്ടി. എല്ലാം കൂടെ എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് ഉണ്ടാക്കി നോക്കണ്ടേ? അതന്നെ. ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷം ഈ മല്ലിപ്പൊടി, കോഴി ശരിയാക്കിയതിന് ശേഷം മല്ലി അരക്കുകയാണ് അന്ന് ചെയ്യാ. പൊടി വാരിയിടല്ല. അരച്ചത് ഇത്ര ഉണ്ടാവും. അതിടും. ഇത്തിരി നാളികേര പാലും അത് പിഴിഞ്ഞിട്ട് ആ പാല് മാത്രം, വെള്ളം കൂട്ടാണ്ട അതിടും. അതും കൂട്ടും. അതും കൂട്ടി ഇത് കൂട്ടി കുഴച്ച്. അല്ല, ഇപ്പൊ നാളികേരപ്പാലും മല്ലിയും മാത്രമേ വന്നുള്ളൂ. ഉപ്പും മുളകും മഞ്ഞളൊക്കെ. ഉപ്പും മുളകൊക്കെ ഉണ്ടാവും. അല്ല, മല്ലിയിൽ ഉണ്ടാവുമല്ലോ മുളക്. മല്ലി കൂട്ടി അരക്കല്ലേ. അതില് മുളകുണ്ടോ? അന്ന് മുളകുണ്ടല്ലോ. മുളകില്ലാണ്ട് പിന്നെ തീത്തമ്പളപ്പാട് തന്നെ. മുളകുണ്ട്. പച്ചമുളക്, ചീനാമുളക്. നമ്മളെ വലിയ ചീനാമുളക് ഉണ്ടല്ലോ, അത് ഉണ്ടാവും. വെളുത്തത് ഉണ്ടാവും, പച്ച ഉണ്ടാവും. ഇതിനൊക്കെ മറ്റേത് ഉണ്ടാവും, കപ്പലമുളക്. ഒക്കെ
പെരേൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ, നമ്മള് വാങ്ങലല്ല. ഇന്നിപ്പോ അതാണോ നമ്മള് വാങ്ങിക്കൊണ്ടുവരല്ലേ, വാങ്ങലില്ല. ഒക്കെ അവിടെ ഞങ്ങൾ പാത്രം കഴുകണേരം തെങ്ങുണ്ട്, ഇവിടെ നാട്ടിൽ ഇറങ്ങണത് തന്നെ അടുക്കളേൻ്റെ ഏരിയ തന്നെ തയ്യാണ്. ഞാനെന്ത് ചെയ്യുന്നറിയോ, മുളകും കുരു പാവി മുളപ്പിച്ചിട്ട് ഇത്ര ഇട്ടായാൽ ഒക്കെ വട്ടത്തിൽ ഇങ്ങനെ ആ തെങ്ങിൻ്റെ തടത്തിൽ അങ്ങനെ ചുറ്റുപുറവും വെക്കും. അത് കപ്പലപ്പോളം അത് ഇത്ര വലിപ്പം ഉണ്ടാവും മുളക്. അത് ഇത്രേ ആവുമ്പോഴേക്ക് എന്നെ വന്നു കഴ നല്ലോണം അങ്ങോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കും. അങ്ങനെ ഒരു ദിവസം ടോപ്പിക് വീണ്ടും ഡീവിയേറ്റ്. അപ്പം ഇത് കണ്ടു, ഇതിങ്ങനെ ഞാൻ വട്ടത്തിൽ വെച്ചിക്കല്ലേ, ഇതിട്ടാപ്പ തൂങ്ങി കിടക്കണു. ചോദിച്ചതാ കണ്ണുറ്റും, ഇതിട്ടാപ്പ അതെങ്ങനെ അമ്മോ ഇതൊന്നും ഇനിയിപ്പോ എവിടെയെങ്കിലും ഒന്നും പേടിക്കണ്ടല്ലോ, ഇട്ടാൻ പോലെ ഉണ്ടല്ലോ, ഇതാ തൂങ്ങി കിടക്കണു മുളക്. മോളെ പെരയിലെത്താനടിയില്ല, അത് മുഴുവൻ പോയി വാടി കുഴഞ്ഞു, മുളകൊക്കെ വീണുപോയി. വെറുതെ പറയല്ല, കണ്ണു പറ്റൂ. അത് തന്നെ പറഞ്ഞത്, കണ്ണു പറ്റൂ. നോക്കി വെച്ച് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ മാതിരി കോഴിക്കറി ഉണ്ടാക്കി നോക്കി, അതിന്റെ രസം അറിയണമെങ്കിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം കോഴീനെടുത്ത് കണ്ട് കോഴിയെടുത്ത് ഇട്ട് വയ്ക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ അതേമാതിരി ചെയ്തിട്ട് നോക്കുള്ളൂ. അതിനനുസരിച്ച് ഉപ്പിടുക, പിന്നെ രണ്ടാമത് ഇടേണ്ടി വരില്ല. ഞാൻ പറഞ്ഞ മാതിരി ഉപ്പിട്ടാ മതി. അപ്പൊ ഉപ്പിട്ടു, പിന്നെന്താടണ്ടേ? ഉപ്പ്, മല്ലി, മുളകും കൂടി അരച്ചത്, മഞ്ഞളും, മഞ്ഞപ്പൊടിയല്ല മഞ്ഞളൊക്കെ ചതച്ചിട്ട് അരയ്ക്കുക. ഒക്കെ കൂടി അരച്ചിട്ട് നല്ല വെണ്ണ മാതിരി ഉണ്ടാവും. എന്നിട്ട് അതൊക്കെ കൂട്ടി കുഴച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കുഴമ്പാവും. എന്നിട്ട് അടുപ്പത്തെ ഞാൻ വയ്ക്കുക, അടുപ്പത്തെ ഒന്ന് അടച്ചും വെക്കും. പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴും ഇതിനൊരു വാസന വന്ന് അടുത്തൊക്കെ എത്തും വാസന. അന്ന് എല്ലാ വീട്ടിലും ഉണ്ടാവില്ലല്ലോ അല്ലേ, അന്ന് ഇതിനൊക്കെ കൊതിയായിരിക്കും അല്ലേ? ഇന്നിപ്പോ കൊതിയല്ല, ഇന്നിപ്പോ വാസന ഉണ്ടോ? വാസന ഉണ്ടോ? പിന്നെ ഉണ്ടല്ലോ. അന്നതല്ല ഒരു തളകിട്ട് തിളയ്ക്കുമ്പോഴേക്ക് വാസനയൊക്കെ എവിടേക്കോ അപ്പൊ മനസ്സിലായി, ഓ അവിടെ ഇന്ന് വിരുന്നുകാരുണ്ട്. മറ്റോര് പറയും അറിയാം, അത് വെള്ളം ഒന്നും ഉണ്ടാവില്ല, കുഴമ്പായിട്ട് കുറച്ച പോന്ന കഷ്ണം അച്ഛമ്മന്റെ പണ്ടത്തെ വർത്താനാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വറുത്തിടണ്ടേ? ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും കടുകും കരുവേപ്പിൻ്റെ ഇലയും വറുത്തിടണം. വറുത്തിട്ട് അതിലിട്ട് വെള്ളമൊന്നും തുടങ്ങിക്കില്ല, അങ്ങനെ ഇളക്കി അവിടെ വയ്ക്കുക. കഴിക്കുന്ന സമയത്ത് തുറക്കുക, പന്താവിൻ്റെ വാസന എന്നറിയാ. ഒക്കെ ഉണ്ടാക്കി അച്ചമ്മക്ക് അതിൻ്റെ അതൊക്കെ അറിയില്ല. ആർക്കും ഞങ്ങൾക്ക് ചോറിലേക്ക് ഉണ്ടാക്കണതല്ലേ, അന്ന് പത്തിരിയൊന്നും ഉണ്ടാവില്ല, ചോറിലേക്ക് ഉണ്ടാക്കണതല്ലേ. നെല്ലുത്തേരിന്റെ ചോറല്ലേ, മൂടേരി ഒന്നും ഇല്ല. നെല്ലുത്തേരി കുത്തി ഉണ്ടാക്കണ്ടേ? നെല്ലുത്തേരിയാണ്. അതെന്താ നെല്ലുത്തരി മൂടരി? മൂടരി ഒന്നും വാങ്ങില്ല, നെല്ലുണ്ട്. എന്താ മൂടരി? മൂടരി ഇപ്പൊ വാങ്ങണ അരിയില്ലേ? മൂടല്ല, ഇപ്പൊ അരി മേടിക്കുന്ന അരിയല്ലേ, അതിനൊക്കെ മൂടേരി എന്നാ പറയാ അന്നൊക്കെ. മൂടേരി എന്നാ പറയാ. ഇന്നിപ്പോ അതില്ലല്ലോ, അന്ന് നെല്ലുത്തരിയല്ലേ, നെല്ല് കുത്തി അരിയാണ്. ഒരലാണ് അത്. അറിയിക്ക് എത്തില്ല. എന്നിട്ട് ഞാൻ വലിയ അകരമുള്ള പലകിടുക ചെയ്യാം, കയറി കഴിയാ നല്ല കുത്ത. അറിയോ, അവിടെ ചെറിയൊരു ഉരലായിരുന്നു വരറില് മഴമുള്ള സമയത്ത്. അത് പണ്ട് കേമാക്കി കഴിച്ചിരിക്കുന്നു, മരിച്ചിട്ട് അടിയന്തരം കേമാക്കിയിട്ട് പുല്ലിപ്പറമ്പൊന്നും പറ്റൊക്കെ എത്ര ജനങ്ങൾ അന്യന്മാർ വന്നിരിക്കുന്നു അറിയോ. ഈ തെങ്ങ് മുറിച്ചിട്ട് ഇങ്ങനെ ഇടുക, ചരക്കിലാണിത് വെക്കുന്നത്, അരി നെല്ലുത്തരി. ചരക്കിൽ അരി വെച്ചിട്ട് വാർക്കണ്ടേ, അതിന് കാത് കൂടി മുള ഇടുക. മുള ഇട്ടിട്ട് രണ്ടാളും അപ്പുറം പിടിക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചരിക്കുക ചെയ്യുക. ആ ചാലിലേക്ക് പോകും വെള്ളം. എത്രയാ വെച്ചുണ്ടാക്കിക്കുന്നു. ആ കുന്നുമെന്നൊക്കെ എത്രയാ ജനങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നു.
അച്ഛമ്മ പറഞ്ഞ മാതിരി കോഴിക്കറി ഉണ്ടാക്കി നോക്കുകൊണ്ട് അതിൻ്റെ ഒരു രസം അറിയണമെങ്കിൽ ആ അങ്ങനെ അതിന് കോഴി ഇവിടെ കൊത്തി തറച്ച് ഉണ്ടാക്കണ്ടേ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ അരയ്ക്കണം. അരച്ച് അതിലിട്ട് കുഴച്ച് പാലാക്കി വെച്ചിട്ട് അതിലൊന്ന് വറുത്തിട്ടിട്ട് അതിൻ്റെ രസം. അമ്മി തന്നെ അരക്കണോ? അമ്മയിൽ തന്നെ അരക്കണം. അങ്ങനെ അരച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്നോട് പറയണം. ആയിക്കോട്ടെ.